Hello dear students, welcome to Introduction to Algorithmic Thinking with Python. അപ്പോൾ നിങ്ങളൊരു പുതിയൊരു സബ്ജക്റ്റ് പഠിക്കാൻ പോവുകയാണ്. S1-ലെ ഇൻട്രൊഡക്ഷൻ ടു അൽഗോറിതമിക് തിങ്കിങ് വിത്ത് പൈത്തൺ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പോൾ ഇന്ന് ഞാനൊരു സബ്ജക്റ്റിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് തരാൻ പോകുന്നത്. ഇത് കമ്പ്യൂട്ടർ സയൻസും അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, IT, സൈബർ സെക്യൂരിറ്റി പോലുള്ള സ്റ്റുഡൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അതർ ബ്രാഞ്ചസിനും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ ഈ ടൈറ്റിൽ പോലെ തന്നെ ഇതിനകത്ത് നമുക്ക് അൽഗോരിതം പഠിക്കാനുണ്ട്, അതുപോലെ പൈത്തൺ പ്രോഗ്രാമിങ്ങും പഠിക്കാനുണ്ട്. ഓക്കെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സബ്ജക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സബ്ജക്റ്റ് കോഡ് വരുന്നത് UCEST 105 എന്നാണ്. അതായത് യൂണിവേഴ്സൽ കോർ കോഴ്സാണിത്. അതായത് എല്ലാ ബ്രാഞ്ചിലും പഠിക്കാനുള്ള ഒരു കോഴ്സാണ്. അതുകൊണ്ടാണ് യൂണിവേഴ്സൽ എന്ന് വന്നത്. എല്ലാ ബ്രാഞ്ചിലും പഠിക്കാനുള്ള ഒരു എഞ്ചിനീയറിംഗ് സബ്ജക്റ്റ് ആണ്. ഇതിൻ്റെ കോഡ് 105 ആണ്. ഇതിന് കണ്ടിന്യൂസ് ഇന്റേണൽ മാർക്ക് വരുന്നത് 40ലാണ്. നിങ്ങൾക്ക് S1 സ്റ്റുഡൻസ് ആണ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു ഇന്റേണൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും, അതുപോലെ എക്സ്റ്റേണൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. അത് എല്ലാ സബ്ജക്റ്റിനും അങ്ങനെ തന്നെയാണ്. അതായത് നിങ്ങളെ ടോട്ടൽ സബ്ജക്റ്റ് മാർക്ക് വരുന്നത് 100ലാണ്. അപ്പോൾ ഈ 100ൽ 40 മാർക്ക് നിങ്ങളെ ഇന്റേണൽ എക്സാമിനേഷൻ്റെ മാർക്കാണ്, 60 മാർക്ക് യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ മാർക്കാണ്. അപ്പോൾ ഈ 2 മാർക്കും കൂടി ക്ലബ് ചെയ്തിട്ടാണ് നിങ്ങളെ ഫൈനൽ ഗ്രേഡ് വരിക. സോ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ മാർക്സ് എന്ന് പറഞ്ഞാൽ 40 മാർക്സ് ആണ്. അപ്പോൾ ആ മാർക്ക് വരുന്നത് നിങ്ങൾക്ക് 2 സീരീസ് എക്സാം ഉണ്ടായിരിക്കും. അതായത് ഈ ഒരു സബ്ജക്റ്റിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 എക്സാം ഉണ്ടായിരിക്കും. അത് ഒന്ന് പ്രാക്ടിക്കൽ എക്സാം ആയിരിക്കും, ഒരു ലാബ് എക്സാം ആയിരിക്കും, പിന്നെ 2 സീരീസ് എക്സാം ഉണ്ടായിരിക്കും, പിന്നെ അറ്റൻഡൻസിന് മാർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി കൂടിയിട്ട് 40ലാണ് നിങ്ങളെ കണ്ടിന്യൂസ് ഇന്റേണൽ എക്സാമിനേഷൻ മാർക്ക് വരിക. ഇനി ടീച്ചിങ് ഹവേഴ്സ് എന്നൊക്കെ വരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങളെ കോളേജിലുള്ള സിറ്റുവേഷനാണ് ഞാൻ പറയുന്നത്. കോളേജിൽ നിങ്ങൾക്ക് വീക്കിലി ഈ ഒരു സബ്ജക്റ്റിന് 3 അവർ തിയറി ക്ലാസ് ഉണ്ടായിരിക്കും. ഇവിടെ LTPR എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. LTPR എന്ന് പറഞ്ഞാൽ L മീൻസ് 3. അതായത് നിങ്ങൾക്ക് 3 അവർ വീക്കിലി തിയറി ക്ലാസ്സസ് ഉണ്ടായിരിക്കും. തിയറി ക്ലാസ് മീൻസ് ക്ലാസ്സിൽ ടീച്ചേഴ്സ് വന്നിട്ട് ക്ലാസ് എടുക്കും. പിന്നെ ഇതിന് ട്യൂട്ടോറിയൽ ഹവർ ഉണ്ടായിരിക്കില്ല. ചില സബ്ജക്റ്റിന് ട്യൂട്ടോറിയൽ ഹവേഴ്സ് വരും. അതായത് ക്ലാസ്സിൽ നിങ്ങൾക്ക് ടീച്ചേഴ്സ് പ്രോബ്ലംസ് തന്നിട്ട് ക്ലാസ്സിൽ നിന്ന് തന്നെ സോൾവ് ചെയ്യിപ്പിക്കുന്ന മെത്തേഡ്. അതിന് ഈ സബ്ജക്റ്റിനില്ല. പിന്നെ നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് P എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ നിങ്ങൾക്ക് 2 അവർ വരുന്നുണ്ട്. വീക്കിലി 2 അവർ നിങ്ങൾക്ക് ഇതിൻ്റെ ലാബ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇതിനകത്ത് പൈത്തൺ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കാനുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾക്ക് 2 അവർ ഉണ്ടായിരിക്കും. അതുപോലെ ഇതിന് റിസർച്ച് വർക്കായിട്ടൊന്നും ഇല്ല ഇതിന്. ഓക്കെ, 0 ആണ്. അങ്ങനെ ഈ ഒരു സബ്ജക്റ്റിന് വീക്കിലി നിങ്ങൾക്ക് 5 അവറാണ് വരിക. 2 അവർ ലാബും 3 അവർ തിയറി. ഇനി എൻ സെമസ്റ്റർ എക്സാമിനേഷൻ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 40 മാർക്കിനാണ് വരിക. 60 മാർക്കിനാണ് എൻ സെമസ്റ്റർ എക്സാമിനേഷൻ വരിക, യൂണിവേഴ്സിറ്റി എക്സാം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഈ സബ്ജക്റ്റിന് 4 ക്രെഡിറ്റ് ആണ് വരിക. അതായത് ഈ സബ്ജക്റ്റ് നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 ക്രെഡിറ്റ് ആണ് കിട്ടുക. നിങ്ങൾക്ക് ഫൈനൽ BTech അച്ചീവ് ചെയ്യാനൊരു ക്രെഡിറ്റ് ഉണ്ട്, 167 ഉണ്ട്. പിന്നെ 3 ക്രെഡിറ്റ് ഈ നിങ്ങൾ ആക്ടിവിറ്റി പോയിന്റ്, സെമിനാർ, ഇന്റേൺഷിപ്പ്, അതുപോലെ വർക്ക്ഷോപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആക്ടിവിറ്റി, അതായത് കൾച്ചറൽ പ്രോഗ്രാംസ്, സ്പോർട്സ്, ഇതിലൊക്കെ പങ്കെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ടിവിറ്റി പോയിന്റ് കിട്ടും, സർട്ടിഫിക്കറ്റ് വേണേ. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് നിങ്ങൾക്ക് 170 ക്രെഡിറ്റ് അച്ചീവ് ചെയ്യണം നിങ്ങൾ ഫൈനൽ BTech കഴിയുമ്പോൾ. അപ്പോൾ ഇതെങ്ങനെ അച്ചീവ് ചെയ്യുന്നത്? ഓരോ സബ്ജക്റ്റ് പാസ് ചെയ്യുമ്പോഴും ഓരോ സബ്ജക്റ്റിനും അതിൻ്റെതായ വെയിറ്റേജ് ഉണ്ട്. ആ വെയിറ്റേജ് ഇങ്ങനെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് ഫൈനൽ ക്രെഡിറ്റ് അച്ചീവ് ചെയ്യുകയാണ് ചെയ്യുക. ഈ സബ്ജക്റ്റിന് നിങ്ങൾക്ക് 4 ക്രെഡിറ്റ് ആണ്. അതായത് ഈ സബ്ജക്റ്റ് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 ക്രെഡിറ്റ് കിട്ടും. ഇതിൻ്റെ യൂണിവേഴ്സിറ്റി എക്സാം ഹവേഴ്സ് വരുന്നത് 2.5 മണിക്കൂറാണ്. 2 hours 30 minutes ആണ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് വരിക. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ ഒക്കെ നമുക്ക് പിന്നീട് പറയാം. പിന്നെ ഈ സബ്ജക്റ്റ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പ്രീ റിക്വസൈറ്റ്സ് ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്കൊരു ഈ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു സബ്ജക്റ്റ് മുന്നേ അറിയണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു ഫ്രം സ്ക്രാച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സബ്ജക്റ്റ് പഠിക്കാൻ പറ്റും. ഇതൊരു തിയറി ടൈപ്പ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. തിയറി എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് കുറച്ച് പ്രാക്ടിക്കൽ പ്രോഗ്രാമിങ്ങും വരുന്നുണ്ട്, പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, പക്ഷെ പക്കാ തിയറി അല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സബ്ജക്റ്റിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. ടോട്ടലി നിങ്ങൾക്ക് 4 മൊഡ്യൂളാണ് വരിക. നിങ്ങൾ
സ്കൂളിലെ ബുക്കിലൊക്കെ ഓരോ ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ടാവും കണ്ടിട്ടുണ്ടായിരിക്കുക. ഇവിടെ നമുക്ക് ചാപ്റ്റർ അല്ല, ഇവിടെ മൊഡ്യൂൾസ് ആണ്. 4 മൊഡ്യൂൾസ് ആണ് വരിക. ഒരു മൊഡ്യൂളിനകത്ത് തന്നെ ഒന്നിൽ കൂടുതൽ ചാപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ, അതായത് ഇന്റേണൽ എക്സാമിനേഷൻ്റെ മാർക്ക്. ഇന്റേണലി കോളേജിൽ നിന്ന് നിങ്ങൾക്ക് തരുന്ന മാർക്ക് എന്ന് പറഞ്ഞാൽ 40 ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ആ 40 എങ്ങനെയൊക്കെയാണ് വരുന്നത്? അറ്റൻഡൻസിന് നിങ്ങൾക്ക് 5 മാർക്ക് ഉണ്ടായിരിക്കും. അതായത് ഇവിടെയും അറ്റൻഡൻസിന് തന്നെ ഫോർ എക്സാമ്പിൾ ഒരു 90 to 100 അല്ലെങ്കിൽ 85 to 100 വരികയാണെങ്കിൽ അവർക്ക് മാക്സിമം മാർക്ക് കിട്ടും, 5 മാർക്ക് കിട്ടും. പിന്നെ താഴോട്ട് കുറഞ്ഞ് വരും. ഓക്കെ, അങ്ങനെ 1 വരെ വരും. പിന്നെ അതുപോലെ തന്നെ ലാബിൽ കണ്ടിന്യൂസ് അസസ്മെന്റ് ലാബ് വർക്കായിട്ട് നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിന് 2 അവർ ലാബ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആക്ച്വലി നിങ്ങൾ സിലബസിൽ പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ അസസ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അതായത് എല്ലാ വീക്കിലും നിങ്ങൾ അസസ് ചെയ്യണം. പക്ഷെ അതിനൊന്നും നമുക്ക് ആ 2 മണിക്കൂർ ലാബിൽ കിട്ടുള്ളൂ. അതിനൊന്നും മിക്ക കോളേജുകളിലും ഈ കണ്ടിന്യൂസ് അസസ്മെന്റ് അങ്ങനെ നടക്കാറില്ല. പകരം അവിടെ റെക്കോർഡ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും. നിങ്ങൾ ലാബിൽ ഓരോ എക്സ്പെരിമെന്റിനും അതിൻ്റെതായ റെക്കോർഡ് എഴുതണം, അതിൻ്റെ മാർക്ക് നോക്കും. അപ്പം അങ്ങനെ മാർക്ക് ഇടുന്നത്, ഈ 5 മാർക്ക് ഇടുന്നത്. അപ്പം നിങ്ങൾ ഓരോ വീക്കിലും കോളേജിൽ തരുന്ന ലാബ് എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ പ്രോഗ്രാം ആ ലാബിൽ നിന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അത് റഫ് റെക്കോർഡിൽ എഴുതി അതായത് ക്ലാസ് ടീച്ചർ ഇടുന്ന അല്ലെങ്കിൽ ഈ സബ്ജക്ട് ഹാൻഡ്ലിംഗ് ടീച്ചർ ഇടുന്ന സൈൻ മേടിക്കാൻ നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഒരു ഇന്റേണൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും 10 മാർക്കിന്. അത് ചിലപ്പം കോളേജിൽ നടത്തുക 50 മാർക്കിനായിരിക്കും. അതിന് സീരീസ് 1 സീരീസ് 2 എന്നാണ് പറയുക. സീരീസ് എക്സാം കോളേജിൽ സീരീസ് എക്സാം എന്നാണ് പറയുക. സീരീസ് എക്സാം സീരീസ് 1ഉം സീരീസ് 2. ഈ 2 സീരീസ് എക്സാമിൽ നിന്ന് നിങ്ങളെ മാർക്ക്, ഫസ്റ്റ് സീരീസ് എക്സാമിൻ്റെ മാർക്ക് ചിലപ്പം കോളേജിൽ ക്വസ്റ്റ്യൻ ഒരു 50 മാർക്കിനായിരിക്കും, അതിനെ 10ലോട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഇതേപോലെ സെക്കൻഡ് സീരീസ് എക്സാമിൻ്റെ മാർക്കിനെ 10ലോട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെ ടോട്ടൽ 20 മാർക്കായി. പിന്നെ നിങ്ങൾക്ക് ഒരു ലാബ് എക്സാം ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞു വീക്കിലി 2 അവർ ലാബ് ഉണ്ട്, അതിൻ്റെയും ഒരു എക്സാം ഉണ്ടായിരിക്കും. അങ്ങനെ 10 മാർക്ക്, അങ്ങനെ 30 മാർക്കായി അല്ലേ. സോ 10 + 10 + 10, പിന്നെ നേരത്തെ പറഞ്ഞ കണ്ടിന്യൂസ് അസസ്മെന്റ് ലാബിൽ 5 + 5 ഇതെല്ലാം കൂടി കൂട്ടി 40 മാർക്കാണ് നിങ്ങളെ ഇന്റേണൽ മാർക്കായിട്ട് വരുന്നത്. ഇനി യൂണിവേഴ്സിറ്റി എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു 60 മാർക്കിനാണ് യൂണിവേഴ്സിറ്റി എക്സാം വരിക എന്ന് പറഞ്ഞു, ക്വസ്റ്റ്യൻ വരിക. ഈ 60 മാർക്കിൽ 2 പാർട്ടായിട്ടാണ് വരിക. പാർട്ട് എ ഉണ്ടായിരിക്കും, പാർട്ട് ബി ഉണ്ടായിരിക്കും. പാർട്ട് എയിൽ 8 ക്വസ്റ്റ്യൻ ആണ് ടോട്ടൽ ഉണ്ടായിരിക്കുക. 8 ക്വസ്റ്റ്യൻ. ഈ 8 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഞാൻ നേരത്തെ പറഞ്ഞ 4 മൊഡ്യൂളാണ് വരുന്നത്. ഒരു സബ്ജക്റ്റിനകത്ത് സിലബസിൽ 4 മൊഡ്യൂളാണ് വരുന്നത്. അതായത് നിങ്ങളിപ്പോൾ തൽക്കാലം മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ എന്നുള്ള ഒരു കൺസെപ്റ്റ് എടുക്കുക. അപ്പോൾ ഓരോ മൊഡ്യൂളിൽ നിന്നും 8 ക്വസ്റ്റ്യൻ വരണം എന്നുണ്ടെങ്കിൽ ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻ വെച്ചിട്ട് വരണം അല്ലേ. അങ്ങനെ 2 questions from each module, total of 8 questions. Each question carries 3 marks. So 3 into 8 24 marks ആണ് പാർട്ട് എയിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനുള്ളത്. ഇതേപോലെ തന്നെ പാർട്ട് ബിയിലും ഓരോ മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടായിരിക്കുക. അതിൽ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും അറ്റൻഡ് ചെയ്യണം, ഓർ ചോയ്സ് ആണ്. ഓരോ മൊഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, അതിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തായാലും അറ്റൻഡ് ചെയ്തിരിക്കണം. ഓക്കെ, സോ ഈച്ച് ക്വസ്റ്റ്യൻ ക്യാൻ ഹാവ് മാക്സിമം ഓഫ് 3 സബ് ഡിവിഷൻസ്. അപ്പോൾ ഇതിനകത്ത് ടോട്ടൽ ഒരു ക്വസ്റ്റ്യൻ്റെ മാർക്ക് വരുന്നത് 9 മാർക്കാണ്. അങ്ങനെ 4 മൊഡ്യൂളിൽ നിന്ന് 9 മാർക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ എത്രയായി? 36 മാർക്സ് ആയി അല്ലേ. 36 മാർക്സ് ആയി. 4 into 9. സോ ടോട്ടലിംഗ് 60 മാർക്ക്. അങ്ങനെയാണ് നിങ്ങളെ എക്സ്റ്റേണൽ എക്സാം അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ മാർക്ക് വരുന്നത്. ഓക്കെ, ഇതൊന്നും കണ്ട് പേടിക്കൊന്നും വേണ്ട, ഇതൊക്കെ നിങ്ങൾ പിന്നീട് നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ഇനി നമുക്ക് ഓരോ മൊഡ്യൂളിൽ എന്താണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. ഞാൻ പറഞ്ഞു 4 മൊഡ്യൂളാണുള്ളതെന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീസും അതുപോലെ അത് പ്രോബ്ലം സോൾവിങ് പ്രോസസ്സും, ഈ 2 കാര്യമാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഞാൻ അതിന് ഈ സബ്ജക്റ്റിനെ പറ്റിയിട്ടൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം. സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ പറഞ്ഞതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അതായത് റിയൽ വേൾഡിലുള്ള ഡിഫറെൻറ്റ് പ്രോബ്ലംസ് എങ്ങനെ നിങ്ങൾ സോൾവ് ചെയ്യും, ആ സോൾവ് ചെയ്യാനുള്ള ലോജിക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സബ്ജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുറച്ച് പൈത്തൺ പ്രോഗ്രാമിങ്ങും പഠിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ലോജിക്ക് ഒരു പ്രോഗ്രാം ആക്കിയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഒരു കമ്പ്യൂട്ടറിനകത്തോട്ട് റൺ ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ പ്രോഗ്രാം ആക്കിയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണം.
അപ്പോൾ അങ്ങനെ ലോജിക്കലി നിങ്ങൾ എങ്ങനെ തിങ്ക് ചെയ്യും, ആ ഒരു കൺസെപ്റ്റാണ് ഈ ഒരു സബ്ജക്റ്റിനകത്ത് പഠിക്കാനുള്ളത്. സോ ഇവിടെ മൊഡ്യൂൾ 1 പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം റിയൽ വേൾഡിൽ പല ടൈപ്പ് പ്രോബ്ലംസ് ഉണ്ട് അല്ലേ. ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരാൾ പറഞ്ഞു ഒരു ഒരു പിക്ചർ വരക്കണം എന്ന് പറഞ്ഞു, അതൊരു പ്രോബ്ലമാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വേറെ ലൊക്കേഷനിലോട്ട് പോകണം, അതും ഒരു പ്രോബ്ലമാണ്. നിങ്ങളോട് പറഞ്ഞു എനിക്കൊരു വീടിൻ്റെ ഡിസൈൻ വരച്ചു തരണം, അതും ഒരു പ്രോബ്ലമാണ്. അപ്പം അങ്ങനെ ഡിഫറെൻറ്റ് പ്രോബ്ലംസ്, പല ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് ഉണ്ട്. അപ്പം അങ്ങനെ ഇതുപോലുള്ള പ്രോബ്ലംസ് തന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ സോൾവ് ചെയ്യും, അതിനുള്ള സ്ട്രാറ്റജീസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. പല മെത്തേഡ്സ് ഉണ്ട്, ഓരോരോ മെത്തേഡ് നമുക്ക് പിന്നീട് നോക്കാം. മീൻ സെൻസ് അനാലിസിസ്, ഹ്യൂറിസ്റ്റിക് മെത്തേഡ്, ട്രയൽ ആൻഡ് എറർ, ബാക്ക് ട്രാക്കിംഗ് മെത്തേഡ്, അങ്ങനെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. ഇതെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല നല്ല മെത്തേഡ്സ് ആണ്. അതേപോലെ തന്നെ ഇത് പ്രോബ്ലം സോൾവിങ് പ്രോസസ്സ്, അതായത് സിസ്റ്റമാറ്റിക്കലി ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യും, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിനൊക്കെ ചോദിക്കാറുള്ള ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു സെക്കൻഡ് ടോപ്പിക്. ഓക്കെ, അതേപോലെ തന്നെ ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് വരുന്ന മൂന്നാമത്തെ ഒരു കണ്ടന്റ് ആണ് എസെൻഷ്യൽസ് ഓഫ് പൈത്തൺ പ്രോഗ്രാമിംഗ്. അതായത് പൈത്തൺ പ്രോഗ്രാമിംഗ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മൊഡ്യൂൾ 1 ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട്, മൊഡ്യൂൾ 1 ലാസ്റ്റ്. അതായത് പൈത്തൺ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്കൊരു ലോജിക് അല്ലെങ്കിൽ ഡിസൈൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഡിസൈനിനെ ഒരു പ്രോഗ്രാം ആക്കിയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണം, കമ്പ്യൂട്ടറിൽ റൺ ചെയ്യുന്ന തരത്തിലുള്ള കോഡാക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം, അതിനാണ് പ്രോഗ്രാം എന്ന് പറയാം. കമ്പ്യൂട്ടറിന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാവുന്ന കോഡാക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. അത് കമ്പ്യൂട്ടറിൻ്റെതായിട്ടുള്ള ചില സിൻടാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒരു അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതുന്ന ലോജിക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷനാണ് അൽഗോരിതം. അതിനെ ഒരു പ്രോഗ്രാം ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആ പ്രോഗ്രാമാണ് നിങ്ങൾ കമ്പ്യൂട്ടറിനകത്ത് എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കാനുള്ളത് പൈത്തൺ പ്രോഗ്രാമിംഗ് ആണ്. നിങ്ങൾ ഹയർ സെമസ്റ്ററിൽ വേറെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒക്കെ പഠിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും സി പ്രോഗ്രാമിംഗ്, C++ പ്രോഗ്രാമിംഗ്, ജാവ, അങ്ങനെ പല ടൈപ്പ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട്. അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പൈത്തൺ പ്രോഗ്രാമിംഗ്. അപ്പോൾ നമുക്ക് ഈ ഒരു മൊഡ്യൂളിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്റ്റിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ ലാസ്റ്റ് പോർഷനായിട്ട് പൈത്തൺ പ്രോഗ്രാമിംഗും പഠിക്കാനുണ്ട്. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തേർഡ് മൊഡ്യൂളിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് മൊഡ്യൂൾ 1 കണ്ടന്റ്. ഇനി മൊഡ്യൂൾ 2 നോക്കിക്കഴിഞ്ഞാൽ അവിടെ പഠിക്കാനുള്ളത് അൽഗോരിതം ആൻഡ് സ്യൂഡോ കോഡ് റെപ്രസെൻറ്റേഷൻ ആണ്. അതുപോലെ ഫ്ലോ ചാർട്ട്സ്, ഇതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും സ്കൂളിൽ. അൽഗോരിതം, ഫ്ലോ ചാർട്ട്, സ്യൂഡോ കോഡും അൽഗോരിതം പോലെ തന്നെ വേറൊരു കാര്യം തന്നെയാണ്. അതായത് അൽഗോരിതത്തിൽ നിന്ന് വിടും ചെയ്തു, എന്നാൽ പ്രോഗ്രാമിലോട്ട് എത്തിയിട്ടുമില്ല. അതൊരു സാധനമാണ് സ്യൂഡോ കോഡ്, ഇന്റർമീഡിയറ്റ് കോഡാണ്. ഒരു സ്യൂഡോ കോഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ പ്രോഗ്രാം ആക്കി കൺവേർട്ട് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. പക്ഷെ ഒരു അൽഗോരിതം കിട്ടിക്കഴിഞ്ഞാൽ പ്രോഗ്രാം ആക്കി കൺവേർട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം സ്യൂഡോ കോഡ് എന്ന് പറഞ്ഞാൽ സ്യൂഡോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇമിറ്റേറ്റിംഗ് എന്നുള്ള മീനിങ് ആണല്ലേ. സോ സ്യൂഡോ കോഡ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിംഗ് കോഡ്. ഓക്കെ, അതാണ് സെക്കൻഡ് മൊഡ്യൂൾ പഠിക്കുന്ന ഫസ്റ്റ് ടോപ്പിക്. പിന്നെ ഫ്ലോ ചാർട്ട് ഉണ്ട്, അതായത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. ഈ അൽഗോരിതത്തിനെ ഗ്രാഫിക്കലി എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, ചില സിമ്പിൾസും ചില കണക്ടേഴ്സും ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഒരു പിക്ചറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, ഒരു ലോജിക്കിനെ പിക്ചറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കിളിൻ്റെ ഏരിയ കാണാൻ ഉള്ള ഒരു പ്രോഗ്രാം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോഗ്രാമിംഗ് കോഡ് ഇൻസ്ട്രക്ഷൻ നിങ്ങൾ എഴുതേണ്ടി വരും, പൈത്തൺ പ്രോഗ്രാം എഴുതേണ്ടി വരും. അപ്പോൾ ഈ ഏരിയ കാണാനുള്ള ഡിഫറെൻറ്റ് സ്റ്റെപ്പുകൾ ഉണ്ട് അല്ലേ. ആദ്യം റേഡിയസ് റീഡ് ചെയ്യണം, ദെൻ കറസ്പോണ്ടിങ് ഇക്വേഷൻ അപ്ലൈ ചെയ്യണം, പിന്നെ റിസൾട്ട് ഔട്ട്പുട്ടായിട്ട് പ്രിന്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ 3 സ്റ്റെപ്പ് ഉണ്ടല്ലോ, അതാണ് അൽഗോരിതം. ഓക്കെ, ആ അൽഗോരിതത്തിനെ ഒരു പ്രോഗ്രാം കോഡാക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഇനി ഞാൻ ഈ പറഞ്ഞ 3 സ്റ്റെപ്പ് അൽഗോരിതത്തെ നിങ്ങളൊരു പിക്ചറായിട്ട് വേണമെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യാം, അതാണ് ഫ്ലോ ചാർട്ട്. ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാം. അതേപോലെ മൊഡ്യൂൾ 3 നമുക്ക് പഠിക്കാനുള്ളത് സെലക്ഷൻ ആൻഡ് ഐട്രേഷൻ യൂസിങ് പൈത്തൺ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ എന്ത് പഠിച്ചു? ഫസ്റ്റ് മൊഡ്യൂളിൽ ലാസ്റ്റ് പാർട്ടായിട്ട് പൈത്തണിൻ്റെ ബേസിക്സ് പഠിച്ചു, എങ്ങനെ പ്രോഗ്രാം ചെയ്യാം, അതിൽ വരുന്ന ചെറിയ ചെറിയ സിൻടാക്സ് എങ്ങനെയൊക്കെയാണ്, അതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്തൊക്കെയാണ്, ഐഡൻറ്റിഫയർ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ലാസ്റ്റ് പഠിക്കും. അത് കഴിഞ്ഞിട്ട് നേരെ മൂന്നാമത്തെ മൊഡ്യൂളിലാണ് അതിൻ്റെ കണ്ടിന്യൂഷൻ വരുന്നത്. അതായത് പ്രോഗ്രാമിംഗ് ചെയ്യാനുള്ള കുറച്ചും കൂടി അഡ്വാൻസ് ലെവലിലൊന്നല്ല, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നത് മൂന്നാമത്തെ മൊഡ്യൂളിലാണ്. അതായത് സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ്, ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റ് പോലുള്ള സ്റ്റേറ്റ്മെന്റ്, ഈഫ്, എൽസ്, എലീഫ്,
ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ് പോലുള്ള സ്റ്റേറ്റ്മെന്റ്. ഓൾറെഡി നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ട് പ്രോഗ്രാമിംഗ് പഠിച്ചവർക്ക് അറിയാൻ പറ്റും. അതേപോലെ തന്നെ ഡീകമ്പോസിഷൻ ആൻഡ് മോഡുലറൈസേഷൻ എന്ന് പറഞ്ഞൊരു ടെക്നിക്ക്, അതും പ്രോഗ്രാമിങ്ങിൽ വരുന്നത് തന്നെയാണ്. അതും തേർഡ് മൊഡ്യൂളിൽ പഠിക്കുന്നുണ്ട്. ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആക്കിയിട്ട് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം, ഓരോ ഫംഗ്ഷൻ ഓരോ മൊഡ്യൂളിലോട്ട് എങ്ങനെ ആഡ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തേർഡ് മൊഡ്യൂളിൽ പഠിക്കുന്നുണ്ട്. അതുപോലെ റിക്കഴ്സീവ് ഫങ്ഷൻസ് ഉണ്ട്, അതും വേറെ ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് തന്നെയാണ്. സംഭവം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷേ അത് പ്രോഗ്രാമിംഗ് കോഡിങ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. അതാണ് റിക്കഴ്സീവ് ഫങ്ഷൻ്റെ പ്രത്യേകത. ഒക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പോൾ ഇങ്ങനെ 3 ടോപ്പിക്കാണ് ഞങ്ങൾക്ക് തേർഡ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. പിന്നെ മൊഡ്യൂൾ 4-നകത്തോട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ലെവലിലുള്ള സിസ്റ്റമാറ്റിക് പ്രോബ്ലം സോൾവിങ് അപ്രോച്ചസ് ആണ് പഠിക്കാനുള്ളത്. ഇതും പ്രോബ്ലം സോൾവിങ് അപ്രോച്ചസ് തന്നെയാണ്. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലും തേർഡ് മൊഡ്യൂളിലായിട്ട് പൈത്തൺ പ്രോഗ്രാമിംഗ് പഠിച്ചു. അപ്പോൾ ഇനി 4th മൊഡ്യൂളിൽ ഈ പൈത്തൺ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്തിട്ട് അത് എങ്ങനെ അപ്ലൈ ചെയ്യുന്നതാണ്, അതായത് സിസ്റ്റമാറ്റിക് അപ്രോച്ചിൽ എങ്ങനെ സോൾവ് ചെയ്യും, പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യും, അതായത് പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് എങ്ങനെ സോൾവ് ചെയ്യും, അതാണ് 4th മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. അതായത് ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ച് ഉണ്ട്, ഡിവൈഡ് ആൻഡ് കോൺക്വർ അപ്രോച്ച്, ഡൈനാമിക് പ്രോഗ്രാമിംഗ് അപ്രോച്ച്, ഗ്രീഡി അൽഗോരിതം അപ്രോച്ച്. അപ്പോൾ ഇങ്ങനെ 4, അതുപോലെ റാൻഡമൈസ്ഡ് അപ്രോച്ച്, 5 മെത്തേഡ്സ് ആണ് 4th മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. ആ മെത്തേഡ്സ് പൈത്തൺ പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുള്ളതും നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് 4 മൊഡ്യൂളിലായിട്ട് ഈ ഒരു സബ്ജക്റ്റിൽ വരുന്നത്. ഇനി ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണോ, വെറുതെ ഈ ഒരു സബ്ജക്റ്റ് പഠിച്ചിട്ട് കാര്യമില്ലല്ലോ, ഈ റിയൽ വേൾഡിൽ ഇതിന് അപ്ലിക്കേഷൻസ് എവിടേക്കാണ് വരുന്നുള്ളത് ഒന്ന് നോക്കാം. അപ്പോൾ മൊഡ്യൂൾ 1 പഠിക്കുകയാണെങ്കിൽ മൊഡ്യൂൾ 1-നകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീസ് ആണ് പഠിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീസ് ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻസ് എവിടേക്കാണ് വരുന്നത്, ഒന്ന് ഡിഫറെൻറ്റ് സെക്ടേഴ്സ് അപ്ലൈ സ്ട്രക്ചേർഡ് പ്രോബ്ലം സോൾവിങ് മെത്തേഡ്സ്. ഡിഫറെൻറ്റ് സെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഏത് ഏരിയയിലും പ്രോബ്ലംസ് ഉണ്ടാവാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സിവിൽ എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പ്രോബ്ലം എന്താണ്, ഒരു വീടിൻ്റെ പ്ലാൻ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു പാലം എങ്ങനെ നിർമ്മിക്കുക എന്നുള്ളതാണ്. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പ്രോബ്ലം എന്താണ്, ഒരു സോഫ്റ്റ്വെയർ എങ്ങനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ ഏത് ടൈപ്പ്, ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു പേഷ്യൻറ്റിൻ്റെ രോഗം എങ്ങനെ മാറ്റി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏതൊരാളെ നോക്കിക്കഴിഞ്ഞാലും അയാൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകും, അല്ലെങ്കിൽ സോൾവ് ചെയ്യാനുള്ള പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് സോൾവ് ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ് ഈ ഒരു മൊഡ്യൂളിൽ പറയുന്നത്. അതുപോലെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ആൻഡ് സിസ്റ്റം മെയിൻ്റനൻസ്, ബെറ്റർ ഡിസിഷൻ മേക്കിംഗ്, അതായത് പല ടൈപ്പ് പ്രോബ്ലംസ് ഞാൻ പറഞ്ഞു. ഈ ഓരോ പ്രോബ്ലംസ് പല രീതിയിലാണ് സോൾവ് ചെയ്യുക. അപ്പോൾ ഏത് സൊല്യൂഷൻ പിക്ക് ചെയ്യണം എന്നുള്ളൊരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഈ ഒരു മൊഡ്യൂൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. സെക്കൻഡ് മൊഡ്യൂളിൽ അൽഗോരിതം ആൻഡ് സ്യൂഡോ കോഡാണ്. അൽഗോരിതം ആൻഡ് സ്യൂഡോ കോഡ്, അതുപോലെ ഫ്ലോ ചാർട്ടും സെക്കൻഡ് മൊഡ്യൂളിലാണ് വരുന്നത്. അപ്പോൾ അത് എവിടെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്, ഡിസൈനിങ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ്. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു പ്രോഗ്രാമിംഗ് ചെയ്യുന്നതിന് മുമ്പായിട്ട്, ഒരു പ്രോഗ്രാം നിങ്ങൾ ആക്ച്വൽ കോഡാക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്താണ് അതിനകത്ത് വരുന്ന ലോജിക്ക് എന്നുള്ളത് ആദ്യം നിങ്ങൾക്ക് മനസ്സിലാവണം. ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ട്രിവാൻഡ്രം പോകണം എന്ന് കരുതുക, അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ട്രിവാൻഡ്രം പോകണം എന്ന് കരുതുക. അപ്പോൾ അങ്ങനെ ആ ലൊക്കേഷനിലോട്ട്, ഡെസ്റ്റിനേഷനിലോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ പല മെത്തേഡ്സ് ഉണ്ട്, അല്ലേ? പല മെത്തേഡ്സ് ഉണ്ട്, പല റൂട്ടിലൂടെ ട്രാവൽ ചെയ്യാം. അപ്പോൾ അതൊക്കെ ആദ്യം പ്ലാൻ ചെയ്യണം. ആക്ച്വൽ ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട്, അല്ലെങ്കിൽ ആക്ച്വലി അങ്ങോട്ട് ട്രാവൽ തുടങ്ങുന്നതിന് മുമ്പായിട്ട് കുറേ പ്ലാനിങ് ഉണ്ടായിരിക്കും. ഏത് റൂട്ടിലൂടെ പോകണം, ഏത് മോഡ് ഓഫ് ജേർണി യൂസ് ചെയ്യണം, എത്ര ക്യാഷ് കയ്യിൽ കരുതണം, എത്ര ഡ്രസ്സസ് കയ്യിൽ കരുതണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഇൻ ബിറ്റ്വീൻ സ്റ്റോപ്പ് വേണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യണം. അപ്പോൾ അതൊക്കെ ആദ്യം പ്ലാൻ ചെയ്യണം. ആ പ്ലാനിങ് ആണ് അൽഗോരിതം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് കാണണം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് കാണണം. അപ്പോൾ ആദ്യം നിങ്ങൾ അതിനുള്ള ഇക്വേഷൻ ആദ്യം എന്താണെന്നുള്ളത് അറിയണം. അതുപോലെ അതിനകത്ത് വരുന്ന അൺനോൺസ് എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം റീഡ് ചെയ്യണം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ സാധാരണ മാത്സ് സോൾവ് ചെയ്യാറുണ്ട്, പ്രോബ്ലംസ് സോൾവ് ചെയ്യാറുണ്ട്. അപ്പോൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതാറുണ്ട്. ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതുന്നത് നിങ്ങൾക്ക് ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഓരോരോ ലൈൻ ബൈ ലൈൻ ആക്കി എഴുതുന്നതാണ് അൽഗോരിതം. ആ പ്രോബ്ലം സോൾവ് ചെയ്യാനും വേണ്ടിയിട്ട്
ഏതെല്ലാം സ്റ്റെപ്പുകൾ നിങ്ങൾ എടുക്കുന്നുണ്ടോ അതൊരിങ്ങനെ ഓർഡർ ആയിട്ട് സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് 3 പറഞ്ഞിട്ട് എഴുതുന്നതാണ് അൽഗോരിതം. ഇനി അങ്ങനെ എഴുതുന്നതിനെ ഒരു ഫ്ലോ ചാർട്ട് ആക്കിയിട്ട് ഡിസൈൻ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഒരു ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ വരുന്നത് നിങ്ങൾ എന്തൊരു കാര്യം ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ ഒരു ഡിസൈൻ ആദ്യം വരക്കണം. ആ ഡിസൈന് വരക്കുക എന്നുള്ളതാണ് ഈ ഒരു മൊഡ്യൂളിന്റെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ വരുന്നത്. ഡിസൈനിങ് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ്. ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു വീട് വെക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ വീടിന്റെ പ്ലാൻ ആദ്യം വരക്കും അല്ലേ? ആ പ്ലാൻ വരച്ചതിന് ശേഷമാണ് വീട് വെക്കാൻ തുടങ്ങുക. സോ പ്ലാനാണ് ഇവിടുത്തെ ഫ്ലോ ചാർട്ട്. അതുപോലെ റെഡ്യൂസ് ഡെവലപ്മെന്റ് ടൈം. നിങ്ങൾ ആദ്യം ഒരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ പെട്ടെന്ന് സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരു പ്ലാൻ ഇല്ലാണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ബുദ്ധിമുട്ടും. അതുപോലെ സിംപ്ലിഫൈ കോംപ്ലക്സ് പ്രോബ്ലംസ്. ഇതൊക്കെ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻസ് ആണ്. ഈ ഒരു സബ്ജക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനുള്ള നോളജൊക്കെ നിങ്ങൾക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ മൊഡ്യൂളിൽ ഞാൻ നേരത്തെ പറഞ്ഞു പൈത്തൺ പ്രോഗ്രാമിംഗ് ആണ് നിങ്ങൾക്ക് മെയിനായിട്ടും പഠിക്കാനുള്ളത്. ഫസ്റ്റ് മൊഡ്യൂളിലും പൈത്തൺ പ്രോഗ്രാമിംഗിന്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയുന്നുണ്ട്. അപ്പോൾ പൈത്തൺ പ്രോഗ്രാമിംഗിന്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ഡാറ്റ അനലിറ്റിക്സ്, വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ്, സയന്റിഫിക് കമ്പ്യൂട്ടിംഗ്, ഇമേജ് പ്രോസസ്സിംഗ്, ഈ ഏരിയയിലൊക്കെ പൈത്തൺ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. പൈത്തൺ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ആൻഡ് ഓൾസോ കമ്പയർഡ് ടു അതർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഇറ്റ് ഈസ് മോർ പവർഫുൾ. അതായത് പല ഏരിയകളിലും പൈത്തൺ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒക്കെ ഒരു സ്പെസിഫിക് ഏരിയയിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ പൈത്തൺ പ്രോഗ്രാമിംഗ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഏരിയയിലും ഓൾമോസ്റ്റ് എല്ലാ പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജിയിലും പൈത്തൺ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്തിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. അതാണ് പൈത്തൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. വളരെ സിമ്പിളുമാണ്. ഇനി നാലാമത്തെ മൊഡ്യൂളിൽ കമ്പ്യൂട്ടേഷണൽ അപ്രോച്ചസ് ടു പ്രോബ്ലം സോൾവിങ് ആണ്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ പാസ്വേഡ് റിക്കവറി. നിങ്ങൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ഉണ്ട്, ആ ലോഗിൻ്റെ പാസ്വേഡ് നിങ്ങൾ മറന്നുപോയി. അപ്പോൾ അത് റിക്കവർ ചെയ്യാനുള്ള പല മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കും. അതുപോലെ എറർ ഡിറ്റക്ഷൻ. ഒരു പ്രോഗ്രാമിനകത്ത് അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിനകത്ത് എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അത് സിസ്റ്റമാറ്റിക്കലി എങ്ങനെ സോൾവ് ചെയ്യും. അതുപോലെ വാലിഡേഷൻ ഓഫ് അൽഗോരിതംസ്. ഒരു അൽഗോരിതം നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രോപ്പർ ആണോ അല്ലെങ്കിൽ വാലിഡ് ആണോ അല്ല എന്നുള്ളത്, അതായത് ആ അൽഗോരിതം യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ഫൈനൽ സൊല്യൂഷനിലൂടെ എത്താൻ പറ്റുമോ ഇല്ല എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ബഗ് ഐഡന്റിഫിക്കേഷൻ. സോഫ്റ്റ്വെയറിനകത്ത് വരുന്ന എറേഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പാറ്റേൺ സെർച്ചിങ് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്നിക്കാണ് പാറ്റേൺ സെർച്ചിങ്. ഇപ്പം നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യാറുണ്ട്, ഇമേജ് വെച്ചിട്ട് സെർച്ച് ചെയ്യാറുണ്ട്, അവിടെ പാറ്റേൺ സെർച്ചിങ് ആണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് ഈ ഒരു സബ്ജക്റ്റിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോയുടെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാണ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ആണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് ആണ്. നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റിൻ്റെ കൺസെപ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ ഈ സബ്ജക്റ്റിൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എനിക്ക് കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് പാസ്സാവാൻ വളരെ ബുദ്ധിമുട്ടുമാണ്. കാരണം ഇപ്പോൾ ലാസ്റ്റ് ചോദിച്ച 2 ക്വസ്റ്റ്യൻ പേപ്പറും യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ച 2 അല്ല 3 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളൊന്ന് എടുത്ത് നോക്കുക. ആ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പാസ്സാവില്ല എന്നുള്ള കാര്യം സംശയം തോന്നും. കാരണം അത്രയും ലെങ്തി ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. ടഫ് എന്നൊന്നും പറയാൻ പറ്റില്ല, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ്. പക്ഷെ നിങ്ങൾ കംപ്ലീറ്റ് ആ ക്വസ്റ്റ്യൻ ഒരു പാസേജ് വായിച്ചിട്ട് അത് എങ്ങനെ സോൾവ് ചെയ്യും, അതിനുള്ള സൊല്യൂഷൻ എന്താണെന്നുള്ളത് കണ്ടെത്തലാണ് ഇവിടെ ചോദിക്കുക. അല്ലാണ്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. വാട്ട് ഈസ്, വേർ ഈസ് എന്നുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വളരെ കുറവാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ക്ലാസ്സോടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.